ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോണു? ഒരുപാട് പേര് പുതുതായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ബ്രോക്കറെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്, ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം സെലക്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും അല്ലെ? ബ്രോക്കേഴ്സ് നമുക്ക് നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാനെന്ന്. സോ ബ്രോക്കറെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന എമൗണ്ട്, നമ്മൾ ബ്രോക്കർക്കാണ് എമൗണ്ട് ഇടുന്നത്, അത് ട്രേഡിങ്ങിലേക്ക് കൊടുക്കുന്നതും ബ്രോക്കറാണ്. നമ്മൾ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡിങ്ങിൽ നിന്ന്, അതായത് ട്രേഡ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് എടുത്തു തരുന്നതും ബ്രോക്കറാണ്. സോ ട്രേഡിങ്ങിന്റെ ആ ഒരു ഏരിയ ആയിട്ട് നമ്മളെ കണക്ട് ചെയ്ത് തരുന്ന ആളാണ് ബ്രോക്കർ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ബ്രോക്കർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മുടെ എമൗണ്ട്, നമ്മുടെ ക്യാപിറ്റൽ കൈകാര്യം ചെയ്യുന്നത് ബ്രോക്കറാണ്. സോ ഇങ്ങനത്തെ ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാവും എ ബുക്ക് ബ്രോക്കർ ഉണ്ട്, അതുപോലെ ബി ബുക്ക് ബ്രോക്കർ ഉണ്ട് എന്നൊക്കെ. സോ ഇത് എന്താണ് എന്ന് ഇപ്പോഴും പലർക്കും ഡൗട്ടാണ്. എന്താണ് എ ബുക്ക്, എന്താണ് ബി ബുക്ക്, ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ എല്ലാവരുടെയും ഡൗട്ടാണ്. സോ ഇത് വളരെ ചുരുക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. അതായത് നമ്മൾ ടെക്നിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിനെ കുറിച്ച് പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മൾ സംസാരിക്കുന്ന പോലെ നോർമൽ ആയിട്ടാണ് കാര്യം പറഞ്ഞു തരുന്നത്. എന്താണ് എ ബുക്ക്, എന്താണ് ബി ബുക്ക് എന്നുള്ളത്. സോ ട്രേഡിങ്ങിനെ ഒരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം, ട്രേഡിംഗ് നടക്കുന്ന ഒരു സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മള് ഇവിടെയാണ് ട്രേഡിംഗ് നടക്കുന്നത്, ഈ ഒരു സർക്കിളിന്റെ ഉള്ളിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. സോ നമ്മൾ എമൗണ്ട് ബ്രോക്കർക്ക് കൊടുത്തു. ബ്രോക്കർ ആ എമൗണ്ട് നമ്മൾ ഒരു ബൈ ചെയ്യാൻ പറയുന്നു, സെല്ല് ചെയ്യാൻ പറയുന്നു. അതിനനുസരിച്ച് ബ്രോക്കർ ഇത് ട്രേഡിങ്ങിന്റെ ആ സർക്കിളിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്യുന്നു. അതിനുള്ള എമൗണ്ടും ബ്രോക്കർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. സോ അവിടുന്ന് പ്രോഫിറ്റോ ലോസോ എന്താവട്ടെ, പ്രോഫിറ്റ് ആണെങ്കിൽ ആ വിഡ്രോവൽ എടുത്ത് ബ്രോക്കർ നമുക്ക് തരുന്നു. അപ്പൊ ഈ ബ്രോക്കറിന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്മീഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ബ്രോക്കർ ചാർജ് കൊടുക്കുന്നു. ഇനിയിപ്പോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചാർജസ് ഉണ്ട്. ഇങ്ങനെ ഒരു ചാർജസ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ബ്രോക്കർക്ക് കൊടുക്കുന്നു. സോ ഇതാണ് ബ്രോക്കറുടെ ലാഭം. ബ്രോക്കർ ഈ ചെയ്തു തരുന്നതിന് കൃത്യമായ ചാർജസ്, അത് ബ്രോക്കറിന്റെ ഡീറ്റെയിൽസിൽ പറയുന്നുണ്ട്. ഇത്ര ചാർജസ് ആണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. സോ ആ കൃത്യമായ ചാർജസ് ബ്രോക്കർ എടുക്കുന്നു. ഇതാണ് ബ്രോക്കറിന്റെ ലാഭം എന്ന് പറയുന്നത്. സോ ഇതാണ് എ ബുക്ക് ബ്രോക്കർ. വേറൊരു ഹിഡൻ ചാർജസ് ഒന്നുമില്ല. കമ്മീഷൻ ആയിട്ടോ സ്പ്രെഡ് ആയിട്ടോ സ്വാപ്പ് ഒക്കെ ആയിട്ട് ബ്രോക്കർ എടുക്കുന്നു. ഇതിനെയാണ് എ ബുക്ക് ബ്രോക്കർ. അപ്പൊ ഡയറക്റ്റ് എ ബുക്ക് ബ്രോക്കറിന് ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കിൾ അല്ലെ, ട്രേഡിംഗ് നടക്കുന്ന ആ ഒരു സർക്കിൾ ആയിട്ട് എ ബുക്ക് ബ്രോക്കറിന് കണക്ഷൻ ഉണ്ട്. എന്നാൽ ബി ബുക്ക് ബ്രോക്കറിലേക്ക് വരികയാണെങ്കിൽ ബി ബുക്ക് ബ്രോക്കറിന് ആക്ച്വലി സർക്കിൾ ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. നമ്മൾ പൈസ ഇടുമ്പോൾ ബി ബുക്ക് ബ്രോക്കർ ആ പൈസ സ്വന്തമായിട്ട് എടുത്തു വെക്കുന്നു. അപ്പൊ നമ്മൾ ട്രേഡ് ഇടുമ്പോഴോ ബൈ കൊടുക്കണം സെല്ല് കൊടുക്കണം എന്ന് പറയുമ്പോൾ ബി ബുക്ക് ബ്രോക്കേഴ്സ് നമ്മുടെ മെറ്റാ ട്രേഡറിൽ ചിലപ്പോൾ അവരുടെ ഒരു പ്ലാറ്റ്ഫോം അതുണ്ടാവും അവർക്ക്. പക്ഷെ അത് ഒറിജിനൽ ആയിട്ട് നമ്മുടെ ഈ ട്രേഡിംഗ് നടക്കുന്നതുമായിട്ട് ബന്ധമില്ല. ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ആയിരിക്കും. നമുക്ക് നോക്കുമ്പോൾ ഓക്കെ ട്രേഡ് നടക്കുന്നുണ്ട്, ബൈ പോകുന്നുണ്ട്. ഒറിജിനൽ എങ്ങനെയാണോ ട്രേഡിങ്ങിൽ നടക്കുന്നത് അതുപോലെ ബൈ പോകുന്നുണ്ട്, സെല്ല് പോകുന്നുണ്ട്, എല്ലാം ആവുന്നുണ്ട്. പക്ഷെ അതൊരു വിർച്വൽ ആണ്, നമുക്ക് ഫേക്ക് എന്ന് പറയാം. അതായത് നമുക്ക് നോക്കുമ്പോൾ നടക്കുന്നുണ്ട്, പക്ഷെ ഒറിജിനൽ ആയിട്ട് നമ്മുടെ ട്രേഡ് ആ സർക്കിളിൽ പോയിട്ട് നടക്കുന്നതല്ല. അത് നമുക്ക് ബൈയും സെല്ലും ലോസും പ്രോഫിറ്റ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ അതൊരു വിർച്വൽ ആണ്. ചിലപ്പോൾ ചില ബ്രോക്കേഴ്സിന്റെ ഓൺ പ്ലാറ്റ്ഫോം ആയിരിക്കും. അപ്പൊ അവർക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും അത് കാണിക്കാം, നടക്കുന്നു എന്ന രീതിയിൽ നമുക്ക് കാണിക്കാം. എമൗണ്ട് മുഴുവൻ ബ്രോക്കറിന്റെ കയ്യിലാണ്. അപ്പൊ ഇവിടെ ലോസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ലോസ് വന്നു, ഒരു $1000 ലോസ് വന്നു. നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മുടെ $1000 ലോസ് വന്നു, അതങ്ങ് പോയെന്ന്. പക്ഷെ ഒറിജിനൽ ആയിട്ട് ലോസ് വന്നത് ബ്രോക്കറിന്റെ കയ്യിലാണ് എമൗണ്ട്. സോ നമ്മൾ ലോസ് വന്ന് എന്ന് വിചാരിച്ച് പോകുമ്പോൾ ഈ എമൗണ്ട് മുഴുവൻ ആർക്ക് എടുക്കാം? ബ്രോക്കർക്ക് എടുക്കാം. ഇനി പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിലോ? പ്രോഫിറ്റ് വരുമ്പോൾ ബ്രോക്കർ ഒറിജിനൽ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന സർക്കിളിലേക്ക് ഇട്ടിട്ടില്ല. ഇട്ടിരുന്നെങ്കിൽ അവിടെ നിന്ന് പ്രോഫിറ്റ് എടുത്തിട്ട് ബ്രോക്കർക്ക് നമുക്ക് തരാമായിരുന്നു. പക്ഷെ ഇടാത്തത് കൊണ്ട് തന്നെ ബ്രോക്കറിന്
ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് തരേണ്ട ഒരു അവസ്ഥ വരും. പ്രോഫിറ്റ് വരുന്നവർക്ക് അവരവരുടെ കയ്യിൽ നിന്ന് എടുത്ത് തരേണ്ട അവസ്ഥ വരും. ലോസ് വരുമ്പോൾ ഈ എമൗണ്ട് മുഴുവൻ ബുക്ക് ബ്രോക്കറിന് എന്താ കിട്ടുന്നത്? ചാർജസേ കിട്ടുന്നുള്ളൂ. അപ്പൊ $1000 ചാർജസ് ആയിട്ട് ചിലപ്പോൾ ഒരു $50-100 കിട്ടുന്നുള്ളൂ. പക്ഷെ ഇവിടെ ലോസ് വരുമ്പോൾ ലോസ് മുഴുവൻ $1000 ലോസ് ആയാൽ അല്ലെങ്കിൽ 10,000 ലോസ് ആയാൽ ആ ലോസ് മുഴുവനും ബ്രോക്കർക്ക് കിട്ടും. അപ്പൊ ബ്രോക്കർക്ക് ഇതാണ് ലാഭം. മാത്രമല്ല നമുക്ക് ലോസ് വരണം എന്നായിരിക്കും ബ്രോക്കർ ആഗ്രഹിക്കുന്നത്. കാരണം ലോസ് വന്ന ഈ എമൗണ്ട് മുഴുവൻ എടുക്കാം. ബുക്ക് ബ്രോക്കറിന് ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും ചാർജസ് കൃത്യമായി കിട്ടും. പക്ഷെ ബി ബുക്കിന് ലോസ് വന്നാൽ ഈ എമൗണ്ട് മുഴുവൻ എടുക്കാം. അപ്പൊ അതുകൊണ്ട് ബി ബുക്ക് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ലോസ് വരണം എന്നായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ ലോസ് വരുത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇതിൽ ബി ബുക്ക് ബ്രോക്കേഴ്സിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ജെനുവിൻ ബി ബുക്ക് എന്ന് നമുക്ക് പറയാം. അതായത് ബി ബുക്ക് ആണ് അവർക്ക്, പക്ഷെ ലോസ് വന്നാൽ അവർ എമൗണ്ട് എടുക്കും. പക്ഷെ അഥവാ പ്രോഫിറ്റ് വന്നാൽ അവർ വിഡ്രോവൽ തരും. മാന്യമായിട്ട് അവർ വിഡ്രോവൽ തരും. കാരണം ഒരു 10 പേര് ട്രേഡ് ചെയ്താൽ അധികവും 7-8 പേർക്ക് ലോസ് ആണ് വരിക. കാരണം പഠിക്കാതെയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് 7-8 പേർക്ക് ലോസ് ആണ് വരിക. 2 പേർക്ക് വിഡ്രോവൽ കൊടുക്കണ്ടുള്ളൂ. അപ്പൊ ഈ ലോസിൽ നിന്ന് എടുത്ത് കുറച്ച് വിഡ്രോവൽ കൊടുത്താലും അവർക്ക് ലാഭമാണ്. അപ്പൊ അവർ മാന്യമായിട്ട് വിഡ്രോവൽ ഒക്കെ തരും. അതുപോലെ വേറെ മാനിപ്പുലേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഓൾമോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിന് പോലും ബുക്ക് വേർഷനും ഉണ്ട്, ബി ബുക്ക് വേർഷനും ഉണ്ട്. അപ്പൊ അധിക പേര് ഇവർ ഈ ബി ബുക്ക് വേർഷനിലേക്കാണ് ഇടുക. പക്ഷെ വിഡ്രോവൽ കറക്റ്റ് ആയി കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. മാർക്കറ്റിൽ വേറെ മാനിപ്പുലേഷൻസ് അവർ ചെയ്യുന്നില്ല, വിഡ്രോവൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ലോസ് എവിടേക്കെങ്കിലും പോട്ടെ, അങ്ങനെ ചിന്തിക്കാം. പക്ഷേ വേറെ കാറ്റഗറിയിൽ പെട്ട ബി ബുക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അവർക്ക് നമ്മളെ ലോസ് വരുത്തണം എന്ന് മാത്രമായിരിക്കും ചിന്ത. കാരണം എത്ര നല്ല ചെയ്യുന്ന ആൾക്കും ലോസ് വരുത്തണം എന്നായിരിക്കും ചിന്ത. അതിനുവേണ്ടി അവർ മാനിപ്പുലേഷൻസ് ചാർട്ടിൽ ചെയ്യാം. അതുപോലെ തന്നെ ചാർട്ടിൽ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അവർ നമ്മളെ കോൾ ചെയ്ത് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവര് ഇല്ലാത്ത ഡയറക്ഷനിലൊക്കെ ട്രേഡ് പറയും. ആ ഡയറക്ഷനിലൊക്കെ ട്രേഡ് പോവും, ലോസ് വരും. ആ ലോസ് മുഴുവൻ ഇവരെടുക്കും. സോ അതാണ് ഒരു ടൈപ്പ്. പിന്നെ ഈ ബുക്കും ബി ബുക്കും ഒന്നും അല്ലാതെ ചുമ്മാ ബ്രോക്കർ എന്നും പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോമും ക്രിയേറ്റ് ചെയ്ത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന ആളുകളുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും, ട്രേഡ് എടുക്കാൻ പറയും. ഒന്നെങ്കിൽ ഇതുപോലെ ലോസ് ആക്കിയിട്ട് ലോസ് ആയെന്ന് പറയും, അതല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അവർ പ്രോഫിറ്റ് കാണിച്ചു തരും. ഇപ്പൊ നമുക്ക് 1 lakh പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവര് നമുക്ക് പറയും, ഓക്കെ നിങ്ങൾക്ക് 1 lakh പ്രോഫിറ്റ് ഉണ്ട്, നിങ്ങൾ $1000 ഇട്ടു, നിങ്ങൾക്ക് $1 lakh പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഇത് നിങ്ങൾ വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്യണം. ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ 30% ടാക്സ് പേ ചെയ്യണം. അപ്പൊ $30,000 ഒക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ ബാക്കി 70,000 അങ്ങോട്ടേക്ക് അയച്ചു തരാമെന്ന് പറയും. അപ്പൊ ചിലർ ഇത് വിശ്വസിച്ചിട്ട് ടാക്സ് അല്ലേ വെച്ച് കൊടുക്കും. അപ്പൊ ആ പൈസയും നമ്മളിട്ട ക്യാപിറ്റലും എല്ലാം കൊണ്ട് ഇവർ മുങ്ങും. നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒന്നും അയച്ചു തരില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ഒരുപാട്, പ്രത്യേകിച്ച് UAE-ലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പൊ ആദ്യം തന്നെ ടാക്സ് ചോദിക്കുകയാണെങ്കിൽ ഓർക്കുക, ഒരിക്കലും ഫോറസ്റ്റ് ബ്രോക്കേഴ്സ് ടാക്സ് ചോദിക്കില്ല. നമ്മുടെ പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റ് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത് നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ ടാക്സ്, അതിന്റെ നിയമപ്രകാരമാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്. ഒരിക്കലും ബ്രോക്കറിനല്ല ടാക്സ് പേ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ആലോചിക്കാം. അതുപോലെ തന്നെ ഒരു ജെനുവിൻ ബ്രോക്കറും നിങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ സഹായിക്കാം എന്ന് പറയില്ല. കാരണം ബ്രോക്കറിന് എത്രയോ ജനങ്ങളുണ്ട്, ഇവരെയൊന്നും വിളിച്ച് സഹായിക്കാൻ സമയമില്ല. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായി പഠിച്ച് നമ്മൾ ചെയ്യുക. അതല്ല ഇനി വേറെ ആളുടെയും മാനേജ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഒരാളുടെയും മാനേജ് ചെയ്യാൻ കൊടുക്കുന്നവരുണ്ടോ, അതും ഓക്കെ. അതല്ലാതെ ബ്രോക്കർ ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് ഫേക്ക് ആണ്. സോ അത് ആദ്യം മനസ്സിലാക്കണം. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ മുന്നേയും ചെയ്തിട്ടുണ്ട്, മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് വീണ്ടും 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 ഇങ്ങനത്തെ ചതിക്കുഴിയിൽ ചെന്ന് ചാടുകയാണ്. അപ്പൊ ബുക്ക് ആണ് ഡയറക്റ്റ് ബ്രോക്കർ, പക്ഷെ ബി ബുക്കിലും നല്ല ബ്രോക്കേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെനുവിൻ ആയിട്ടുള്ള ബി ബുക്ക് ബ്രോക്കേഴ്സും ഉണ്ട്, പിന്നെ ചതിക്കപ്പെടുന്ന ബ്രോക്കേഴ്സും ഉണ്ട്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് എല്ലാ കാര്യങ്ങളും, അവരെവിടേക്കാണ് റെഗുലേഷൻസ് ഉള്ളത്, ഏതൊക്കെ റെഗുലേഷൻ ഉണ്ട്, വെറുതെ ഒരു ഓഫീസ് രജിസ്റ്റർ ഉണ്ട്. നമുക്ക് ദുബായിൽ ഒരു ഓഫീസ്, അധിക പേരും പറയുന്നത് ദുബായിൽ നിന്നായിരിക്കും. ദുബായിൽ ഒരു ഓഫീസ് ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. കാരണം വെറുതെ ഒരു ഓഫീസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കറക്റ്റ് റെഗുലേഷൻസ് നോക്കണം. അപ്പൊ റെഗുലേഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ ബ്രോക്കറിൽ രജിസ്റ്റർ ചെയ്ത് ട്രേഡ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ ക്യാപിറ്റൽ ആണ്, അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാറുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ഇനി
വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ബ്രോക്കർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ മെസ്സഞ്ചറിലോ വാട്സാപ്പിലോ എങ്ങനെ വേണമെങ്കിലും മെസ്സേജ് അയക്കാം. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രോക്കറിനെ സെലക്ട് ചെയ്യുമ്പോൾ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.